ൂടെ കഥയിലെ സാരം പഠിക്കാൻ, കേൾക്കാൻ, ചിന്തിക്കാൻ സാധിക്കുമ്പോൾ ഓരോ കഥയും നമുക്കുള്ള മോട്ടിവേഷൻ, ഇൻസ്പിരേഷൻ, നമുക്കുള്ള മുന്നോട്ടുള്ള യാത്രയ്ക്കുള്ളൊരു പ്രചോദനമായി മാറും. ജീവിതം മുന്നോട്ട് പോകണം. ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ എന്താണ് വേണ്ടതെന്ന് സത്യത്തിൽ നമുക്കറിയില്ല. നമ്മളെല്ലാവരും ജീവിതത്തെ മനസ്സിലാക്കുന്നത് ഒരു ഭൗതിക തലത്തിൽ മാത്രമാണ്. എല്ലാവരും ചിന്തിക്കുന്നത് സുഖമാവണം, 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 സുഖമാവണം എന്നാണ്. ഭാഗവതത്തില് തൃതീയ സ്കന്ധത്തില് വിതുര മൈത്രേയ സംവാദം എന്നൊരു ഭാഗമുണ്ട്. മഹാഭാരതത്തിലെ കഥാപാത്രമായ വിതുരര് മൈത്രേയ മഹർഷിയോട് ചോദിക്കുകയാണ്, സുഖായ കർമാണി കരോതി ലോകേന തൈ സുഖം വാനിതു പാരമം വാ വിന്ദേതഭൂയ യഥേത്ര യുക്തം യഥത്ര ദുഃഖം ഭഗവൻ വതെന്ന. അതായത് സുഖം ആളുകളൊക്കെ ആഗ്രഹിക്കുന്നു, സുഖത്തിന് വേണ്ടി ആളുകൾ ജീവിക്കുന്നു. പക്ഷെ സുഖം ഒക്കെ വളരെ നൈമിഷികം, കുറച്ചു കാലം കൊണ്ടെല്ലാം മാറുന്നു. നമ്മൾ ആലോചിച്ച് നോക്കൂ. നമ്മൾ അച്ഛനമ്മമാരിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കുറെ പരിഭവങ്ങളും വിഷമങ്ങളും ദുഃഖങ്ങളും പ്രയാസങ്ങളും. പണ്ട് ബുദ്ധന്റെ ജീവിതത്തിൽ ഒരു കഥ പറഞ്ഞതുപോലെ ഒരമ്മ മരിച്ച കുട്ടിയെയും കൊണ്ട് വന്ന് പൊട്ടി പൊട്ടി കരഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്, ഭർത്താവും പോയി, ആകെയുള്ളതൊരു മകനായിരുന്നു, ഈ മകനും പോയി, വിധി എന്നെ ഇത്രമാത്രം പരീക്ഷിക്കുന്നു. അങ്ങ് വലിയ സിദ്ധനല്ലേ, യോഗിയല്ലേ, അങ്ങ് വിചാരിച്ചാൽ ഈ കുഞ്ഞിന് ജീവൻ തിരിച്ചു കിട്ടില്ലേ? അങ്ങൊന്ന് എന്നെ അനുഗ്രഹിക്കൂ. എനിക്ക് ഈ ശൂന്യമായൊരു ജീവിതം വേണ്ട. ഞാൻ എന്തിനു വേണ്ടി ജീവിക്കണം? ആർക്കു വേണ്ടി ജീവിക്കണം? എല്ലാം പോയി, ഇനി എന്ത് ജീവിതം? എനിക്ക് ആളുകളുടെ ആശ്വാസ വാക്കുകൾ വേണ്ട, എനിക്ക് എൻ്റെ കുഞ്ഞിന് വേണം. അങ്ങനെ പൊട്ടി 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 കരയുന്ന അമ്മയുടെ മുന്നിൽ സാക്ഷാൽ ബുദ്ധൻ, ബോധോദയം എന്ന ബുദ്ധൻ, എല്ലാവരും ഗുരു ആയി കാണുന്ന ബുദ്ധൻ എന്തു പറഞ്ഞവരെ ശരിയാക്കും? മരിച്ചുപോയൊരു കുട്ടിക്ക് ജീവൻ കൊടുക്കാൻ അവരപേക്ഷിക്കുകയാണ്. ശ്രീബുദ്ധൻ എന്ന മഹാപ്രതിഭ ആ അമ്മയുടെ മനസ്സിൽ അല്പം പോലും ഒരു സംശയത്തിനിട കൊടുക്കാത്ത വിധത്തിൽ പറഞ്ഞു, മകന് ജീവൻ കൊടുക്കാൻ ശ്രമിക്കാം, പക്ഷെ ഇതിൽ കാര്യമുണ്ട്. ഇത് അമ്മ എനിക്ക് സാധിപ്പിച്ചു തരണം, എങ്കിൽ പോയ മകനെ തിരിച്ചു വിളിക്കാം. അമ്മയ്ക്ക് വലിയൊരു ആശ്വാസമായിരുന്നു. മരിച്ച മകൻ പുനർജീവിക്കുക. അത് ഈ ബുദ്ധൻ പറഞ്ഞാൽ പിന്നെ അതിൽ സംശയമില്ല. കാരണം അത്ര ബുദ്ധനോട് ആദരവും ബഹുമാനവും, അദ്ദേഹത്തെ ദൈവമായി കാണുന്ന കാലം. അമ്മ പറഞ്ഞു, ഞാൻ എന്താണ് അതിനു വേണ്ടി ചെയ്യേണ്ടത്? പറയൂ ഗുരു, പറയൂ, ഞാൻ എത്രയും വേഗം അതിനു വേണ്ടി കാര്യങ്ങൾ ചെയ്യാന്ന്. ഈ സംഭവം നടക്കുന്നത് മധ്യപ്രദേശിലാണ് അന്ന് ബുദ്ധൻ യാത്ര ചെയ്യുന്നത്. ഇപ്പൊ മധ്യപ്രദേശ് എന്നൊക്കെ പറയുന്നത് ആ ഭാഗങ്ങളിലൊക്കെ കടുക് കൃഷിക്ക് പ്രധാനപ്പെട്ട സ്ഥലമാണ്. നിങ്ങൾ ആ ഭാഗങ്ങളിലൊക്കെ പോയി ആ ഭാഗങ്ങളിലൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. കടുക് കൃഷിയുടെ കാലാണ്. ബുദ്ധൻ പറഞ്ഞു, എനിക്ക് വേറൊന്നും വേണ്ട, ഒരു പിടി കടുക് കിട്ടിയാൽ മതി. കാരണം കടുകില്ലാത്ത കൃഷി ചെയ്യാത്ത വീടുകളില്ല അവിടെ. എല്ലാ കർഷകരും കടുക് കൃഷി ചെയ്യും. ആരെങ്കിലും കടുക് കൃഷിയുടെ കണ്ടിട്ടുണ്ടോ? നോർത്തിലൊക്കെ കണ്ടിട്ടുണ്ടോ കടുക് കൃഷി? നല്ല പൂക്കളുടെ മഞ്ഞ നിറയിട്ട് എന്തൊരു ഭംഗി അറിയും. അപ്പോ കടുക് കിട്ടണ ഒരു അമ്മയ്ക്ക് വലിയൊരാശ്വാസം. ഒരു പിടി കടുക് കിട്ടാൻ ഒട്ടും വിഷമില്ല. എത്രയും പെട്ടെന്ന് കടുക് കൊണ്ടുവരാന്നുള്ള രീതിയിൽ അമ്മ പോവാൻ നിൽക്കുമ്പോ ബുദ്ധൻ പറഞ്ഞു, സഹോദരി, ആ കടുക് ഒരിക്കലും മരണം നടക്കാത്ത വീട്ടിൽ നിന്നായിരിക്കണം. There should not be a death happened in that house. സംഭവിക്കരുത്. അങ്ങനെ വീട്ടിൽ നിന്ന് വേണം. അമ്മ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല മരണം നടക്കാത്തൊരു വീട്ടിൽ നിന്ന് കടുക് കിട്ടും എന്നായിരുന്നു അമ്മയുടെ പ്രതീക്ഷ. അമ്മ പോകുന്നു,
വീടുകളിൽ ചെല്ലുന്നു, കടുകിന് ക്ഷാമമില്ല. കടുക് അവിടെ ഓരോ വീട്ടിലും ഉണ്ട്. ചോദിച്ചു, ആരെങ്കിലും മരിച്ചിട്ടുണ്ടോ? അവര് ചോദിച്ചു, എന്താ ഈ പറയുന്നത്, മരിച്ചിട്ടുണ്ടോ എന്ന്? മരണമില്ലാത്ത, ഇന്നത്തെ പോലെയല്ല, കൂട്ടുകുടുംബങ്ങളാണെന്ന്. ഇന്നത്തെ കാലഘട്ടത്തിൽ മരിക്കാത്ത ഫ്ലാറ്റ് ഉണ്ടോ ചോദിച്ച ഇഷ്ടംമാരി ഉണ്ടാവുമായിരിക്കാം. കാരണം നമ്മുടെയൊക്കെ ജീവിതം എന്ന് പറഞ്ഞാലൊക്കെ ന്യൂക്ലിയർ ഫാമിലി ആയതുകൊണ്ട് അവനവൻ്റെ ലോകത്തിലേക്ക് ചുരുങ്ങി. പണ്ടൊക്കെ കൂട്ടുകുടുംബങ്ങളാണ്. അവിടെ തന്നെ താമസിക്കും, അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ താമസിക്കും. അപ്പൊ തലമുറകളായി ജീവിക്കുന്ന വീടുകൾ, മരണമില്ലാത്ത ഒരു വീട് പോലും അവിടെ ഉണ്ടാവില്ല. 4-5 വീടുകളിലൂടെ കയറി ഇറങ്ങിയപ്പോൾ അമ്മയ്ക്ക് മനസ്സിലായി, ഞാൻ വൃഥാവിലാണ് ഈ അന്വേഷണം നടത്തുന്നത്. മരണമില്ലാത്ത വീടുകളില്ല. അവർ ചെന്ന് കുട്ടിയുടെ സംസ്കാരമൊക്കെ കഴിഞ്ഞ് ബുദ്ധൻ്റെ അടുത്ത് ചെന്ന് പിന്നെ പറയുന്നത്, അങ്ങനെ കണ്ണു തുറന്നു, ഇനി എനിക്ക് വേണ്ടത് എൻ്റെ ജീവിതത്തെ സമൂഹത്തിന് ഉപകരിക്കുന്ന വിധത്തിൽ ആക്കി തീർക്കണം. ഇത്രയും കാലം ഞാൻ എൻ്റെ സ്വാർത്ഥത്തിന് വേണ്ടി ജീവിച്ചു. ഒരുപക്ഷെ എനിക്ക് എൻ്റെ കുഞ്ഞു പോയത് എന്നിൽ നിന്ന് എന്തെങ്കിലും സമൂഹത്തിന് നല്ലത് ചെയ്യാനായിരിക്കാം. ഇനിയും എനിക്കൊരു ജീവിതമുണ്ട്, അങ്ങയിലൂടെ ഞാനത് കാണണം. മരിച്ചുപോയ കുട്ടിയെ എനിക്കിനി വേണ്ട. പക്ഷെ എനിക്ക് മരിച്ചുകൊണ്ടിരിക്കുന്ന എന്നെ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പുനർജനിപ്പിക്കണം. അതിനെനിക്ക് അറിവ് പകരണം. അങ്ങ് ഞാൻ സിദ്ധനായോ യോഗിയായിട്ടുള്ള കാണുന്നത് അങ്ങൻ്റെ മുന്നിൽ അറിവിൻ്റെ വെളിച്ചമാണ്, ജ്ഞാനമാണ്. വഴി പറഞ്ഞു തരണം. അങ്ങനെ മാറുന്ന ഒരു അമ്മയുടെ കഥ ബുദ്ധചരിതത്തിൽ നമുക്ക് കാണാം, അല്ലെങ്കിൽ ബുദ്ധൻ്റെ ജീവിതത്തിൽ നമുക്ക് കാണാം. ഞാനിതെന്തിനാണ് പറഞ്ഞു ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ തലമുറകൾക്ക് നമുക്ക് ഇങ്ങനെ വഴി കാണിക്കാൻ സാധിക്കണം. ഒന്നിലും കുരുങ്ങി നിൽക്കുന്നവരല്ല, അതിൽ നിന്നൊക്കെ പുറത്തു കടന്ന് വേറൊരു വഴിയിലൂടെ സഞ്ചരിക്കാനുള്ള ആർജവം. ഭാഗവതത്തിൽ ഭീഷ്മസ്തുതി എന്നൊരു ഭാഗം കുന്തി സ്തുതിക്ക് ശേഷമുണ്ട്. നമ്മുടെ സപ്താഹത്തിൻ്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ പല പല കലാപരിപാടി ഉള്ളതുകൊണ്ട് ഈ പ്രഭാഷണം ഒരു കലാപരിപാടി പോലെയാണ്. അപ്പം അതുകൊണ്ട് ഇതിനൊരു ഫ്ലോയിലൊരു ഒഴുക്കിൽ മുഴുവൻ പറഞ്ഞു തീർക്കൽ ഈ സപ്താഹയജ്ഞത്തിന് ഇവിടെ സാധ്യമല്ല. കാരണം ഈ സുഹൃത യജ്ഞത്തിൻ്റെ ഒരു പ്രത്യേകത അതാണ്. കാരണം എല്ലാം കൂടി ചേർത്ത് സുഹൃതമാക്കുക എന്നാണ് ഈ യജ്ഞത്തിൻ്റെ ലക്ഷ്യം. അതുകൊണ്ട് ഭാഗവത സപ്താഹയജ്ഞത്തിൻ്റെ സാധാരണ നമ്മൾ കാണുന്ന പാരായണവും പ്രഭാഷണവും അതിൻ്റെ ഒരു പൂർണ്ണതയിൽ ഇവിടെ എത്തിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ അവിടുന്ന് ഇവിടുന്നൊക്കെ എടുത്ത് പ്രഭാഷണം ചെയ്യാനേ സാധിക്കുള്ളൂ. കാരണം ഇനിയും നമുക്ക് കുറേ പരിപാടികളൊക്കെ കലാകാരന്മാർ ഒരുങ്ങി നിൽക്കുകയാണ്. ഈ ഇടയ്ക്കിടയ്ക്കുണ്ടല്ലോ ഈ എന്താണ് ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്തെടുക്കുക. ഇപ്പം ഞാനത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരൊരുങ്ങുമ്പോഴേക്കും അടുത്തൊരു പ്രഭാഷണം ചെയ്ത്, അപ്പോൾ കുറച്ചൊരു അറിവുമായി, പിന്നെ അതിൻ്റെ കൂടെ കലാപരിപാടിയായി, അപ്പം എല്ലാം കൂടെ ചേർത്തിട്ടാണ് ഈ സുഹൃതയജ്ഞം. അപ്പം അതുകൊണ്ട് നിങ്ങൾ ഈ കാര്യത്തിൽ ഒരു ബോധത്തോടു കൂടിയിട്ട് വേണം സപ്താഹം കേൾക്കാൻ. എന്താ സ്വാമി ഒരു ഓർഡറിലൊന്നും പറയാത്തതെന്ന്. ഞാൻ ഓർഡർ ഉണ്ടാവില്ല എന്ന് ഞാൻ ആദ്യമേ പറയുകയാണ്. എന്നത് ഡിസോർഡർ അല്ല, ഓർഡർ ഇല്ലാത്തതിലൊരു ഓർഡർ വയ്ക്കും. അതിൻ്റെ എങ്ങനെയെങ്കിലും കണ്ടിന്യൂ ആ ഒരു റിതം ഞാൻ നിലനിർത്തും. ഇവിടെ കുന്തി സ്തുതി ശരിക്കും പറഞ്ഞാൽ അത് പാരായണം ചെയ്ത് പറയേണ്ട ഒരു വിഷയമാണ്. അത്ര ഒരു മനോഹരമായ സ്തുതിയാണ്. എന്നെ ഏറെ സ്വാധീനിച്ചിട്ടുള്ള ഒരു ഭാഗമാണ് കുന്തി സ്തുതി. കാരണം ഒരമ്മ, സാധാരണ അമ്മമാരാണ് ഏറെ സങ്കടം കൊണ്ട് തളരാറ്. ഇവിടെ ഒരമ്മ പ്രചോദനമായി തീരുന്നൊരമ്മ, ഊർജമായി തീരുന്നൊരമ്മ, ഒരു വലിയ കരുത്തായി തീരുന്നൊരമ്മ. അതാണ് കുന്തി സ്തുതി. പിന്നെ അതിനുശേഷമാണ് ഭീഷ്മസ്തുതി വരുന്നത്. ഈ ഭീഷ്മസ്തുതി, ഭീഷ്മ പിതാമഹൻ, അതാദ്യം കഥ കണക്ട് ചെയ്യണമെങ്കിൽ മഹാഭാരത യുദ്ധം കഴിഞ്ഞ് രാജ്യം പാണ്ഡവർക്ക് കിട്ടിയിട്ടും രാജ്യം ഏറ്റെടുത്ത് ഭരിക്കാൻ പാണ്ഡവരിൽ മൂത്തവനായ യുധിഷ്ഠിരൻ തയ്യാറായില്ല. അദ്ദേഹത്തിന് വല്ലാത്തൊരു കുറ്റബോധം. കാരണം ധർമ്മജ്ഞൻ എന്ന് പറയുന്ന അദ്ദേഹം ധർമ്മം തെറ്റിച്ചിട്ടാണ് യുദ്ധം നേടിയതെന്ന ഒരു ഗിൽറ്റ്, കുറ്റബോധം അദ്ദേഹത്തിന് വല്ലാതെ വേട്ടയാടി ഈ ധർമ്മപുത്രരെ. അതുകൊണ്ട് തന്നെ രാജ്യം ഏറ്റെടുക്കാൻ അദ്ദേഹം തയ്യാറായില്ല. ഈ സമയത്ത് ഭഗവാൻ കൃഷ്ണൻ അദ്ദേഹത്തിന് കൗൺസിലിംഗ് ചെയ്യുന്നുണ്ട്.
അതേപോലെ തന്നെ വ്യാസഭഗവാൻ കൗൺസിലിംഗ് ചെയ്യുന്നുണ്ട്. പറഞ്ഞാൽ അദ്ദേഹത്തിനെ ആ ഒരു ഗിൽറ്റിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ വേണ്ടി ഉപദേശങ്ങൾ കൊടുക്കുന്നുണ്ട്. പക്ഷെ അതിലൊന്നും അദ്ദേഹം മാറിയില്ല. അപ്പോഴാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ അദ്ദേഹം കൂട്ടി കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ ശരശയിൽ കിടക്കുന്ന ഭീഷ്മ പിതാമഹനെ കാണാൻ പോകുന്നത്. എന്നാലോചിച്ച് നോക്കൂ, ശരശയിൽ കിടക്കുന്ന ഭീഷ്മ പിതാമഹൻ, ശരീരം തീർത്തും അവശ്യമായിട്ട്, ഇന്നത്തെ ഭാഷ പറഞ്ഞ ടോട്ടലി ഒരു ഡെഡ് പേഴ്സൺ, ഫിസിക്കലി അനങ്ങാൻ പറ്റാത്തൊരവസ്ഥ. ഈ ആളുടെ അടുത്തേക്കാണ് കൃഷ്ണൻ മാനസികമായി തളർന്നും തകർന്നുമിരിക്കുന്ന യുധിഷ്ഠിരനെ കൊണ്ടുപോകുന്നു. ഇതൊരു വലിയ കോമ്പിനേഷനാണ്. ഒരാൾ മനസ്സുകൊണ്ട് ശരത്തിലാണ്, മറ്റൊരാള് ശരീരം കൊണ്ട് ശരത്തിലാണ്. ഒരാൾ ശരിക്കും ഒറിജിനൽ ശരത്തിലാണ്, മറ്റൊരാള് ചിന്തകളുടെ, വേദനകളുടെ, കുറ്റബോധത്തിന്റെ ശരത്തിലാണ്. ഒരാള് ഇന്റേണലി കൊലാപ്സ് ആയിരിക്കണോ, മറ്റൊരാള് ഫിസിക്കലി കൊലാപ്സ് ആയിരിക്കും. എന്താ ഒരു അവസ്ഥ നോക്കൂ. അങ്ങനെ ഫിസിക്കലി തളർന്നിരിക്കുന്ന ഭീഷ്മരുടെ അടുത്തേക്ക് യുധിഷ്ഠിരനെ കൊണ്ടുപോകുമ്പോൾ യുധിഷ്ഠിരൻ കരയും. കാരണം പിതാമഹനെ ഈ ഒരു ദുരവസ്ഥയിൽ എത്തിച്ചത് ഞങ്ങളല്ലേ. കുറ്റബോധം, അദ്ദേഹത്തിന് അത്ര ഒരു കുറ്റബോധമായിരുന്നു. ഈ കുറ്റബോധത്തിൽ കരയും. അപ്പൊ ആ സമയത്ത് ഭീഷ്മര് തിരിച്ച് കരഞ്ഞുകൊണ്ട് പറയും, ഹേ യുധിഷ്ഠിരൻ, ഞാൻ കരയുന്നത് എന്റെ ശരീരത്തിന്റെ ദുർവിധിയോ സംഭവിച്ചുപോയ കാര്യങ്ങളെക്കുറിച്ച് ഓർത്തു അല്ല കരയുന്നത്, നിന്റെ അവസ്ഥ ഓർത്ത് കരയുകയാണ്, യുധിഷ്ഠിരനെ ഓർത്ത് കരയുകയാണ്. ഭീഷ്മ പിതാമഹന്റെ കണ്ണിൽ കണ്ണുനീര് പൊടിയുന്നത്, ശരിക്കും പറഞ്ഞാൽ ഭീഷ്മ പിതാമഹൻ ആണ് ഈ യുദ്ധത്തിന്റെ ഒട്ടു കാരണക്കാരൻ. കാരണം ഭീഷ്മര് വിചാരിച്ചിരുന്നെങ്കിൽ യുദ്ധം നേരത്തെ തന്നെ ഒഴിവാക്കാമായിരുന്നു. പക്ഷെ അതിന് അദ്ദേഹത്തിന് ഒരു ഗട്സ് ഉണ്ടായില്ല. അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ഇവരുടെ ചോറ് കഴിച്ച് അവരുടെ കൂടെ നിൽക്കുന്ന എനിക്ക് അവർ പറയുന്നത് അനുസരിക്കാനല്ലേ പറ്റുള്ളൂ. അതുകൊണ്ട് ദുര്യോധനൻ ചെയ്യുന്ന എല്ലാ കുരുത്തക്കേടുകൾക്കും അദ്ദേഹത്തിന് സാക്ഷിയാവേണ്ടി വന്നു, മിണ്ടാതിരിക്കേണ്ടി വന്നു. നമുക്കറിയാം, പാഞ്ചാലി വസ്ത്രാക്ഷേപം ചെയ്യുന്ന സമയത്ത് പാഞ്ചാലി ഭീഷ്മരോട് ചോദിക്കുന്നുണ്ട്, ഇത് ശരിയാണോ? മിണ്ടാതിരിക്കുന്ന ഭീഷ്മ പിതാമഹനെ നമുക്ക് കാണാം. ചൂതുകളിയിൽ പാണ്ഡവന്മാരെ ചതിച്ചു തോൽപ്പിക്കുമ്പോഴും മിണ്ടാതിരിക്കുന്ന ഭീഷ്മരെ നമുക്ക് കാണാം. ചോദിക്കുന്നുണ്ട്, ഇതൊക്കെ ശരിയാണോ? പക്ഷെ അദ്ദേഹം മിണ്ടുന്നില്ല. അപ്പൊ മിണ്ടേണ്ട സമയത്ത് മിണ്ടാതിരുന്ന് ഇപ്പോഴാണ് അദ്ദേഹം ശരശയിൽ കടന്നുകൊണ്ട് പറയുന്നത്, ഇപ്പോഴെനിക്ക് പറയാൻ ശക്തിയുണ്ട്. കാരണം ഇവരുടെയൊക്കെ ചോറ് കഴിച്ച ആ രക്തം എൻ്റെ ഉള്ളിൽ നിന്ന് പോയി. ഇപ്പൊ എൻ്റെ ശരീരവും മനസ്സും ശുദ്ധമാണ്. ഇപ്പോൾ ഞാൻ കരയുന്നത് നിന്റെ ദുർവിധി ഓർത്താണ്. എന്താണ് നിന്റെ ദുർവിധി ഓർച്ചാൽ? ഭാഗവതത്തിലെ വരികൾ എങ്ങനെയാണ്? എത്ര ധർമ്മസ്വതോ രാജ ഗദാപാണിർ മൃഗോദര കൃഷ്ണോസ്തി ഗാന്ധീവം ചാപം സൂത്കൃഷ്ണ തതോ വിപദന. ഹേ യുധിഷ്ഠിര, നീ എത്ര ഭാഗ്യം ചെയ്തവനാണ്. സ്നേഹനിധിയായ അമ്മ, ഒന്നിനൊന്ന് കരുത്തും കഴിവുമുള്ള സഹോദരന്മാര്, ഗാന്ധീവം പിടിച്ച അർജുനൻ, ഭീമസേനൻ, ഇങ്ങനെയുള്ള കരുത്തന്മാരായ സഹോദരന്മാരുള്ളവർ ആരുണ്ട് ഈ ഭൂമിയിൽ? ഇതൊക്കെ വിട്ടോളൂ. ഏറ്റവും വലിയ ഭാഗ്യം നിങ്ങൾക്ക് വഴി കാണിച്ചു തരാൻ, നിങ്ങൾക്ക് പ്രചോദനം തരാൻ, നിങ്ങൾക്ക് ശക്തി തരാൻ സുഹൃത് കൃഷ്ണ ഭഗവാൻ ശ്രീകൃഷ്ണനെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. എന്നിട്ടും നിന്റെ ദുരവസ്ഥ ഇതാണെങ്കിൽ ആർക്ക് നിന്നെ നന്നാക്കാൻ പറ്റും? ആർക്ക് നിന്റെ ജീവിതം ശരിയാക്കാൻ പറ്റും? കഷ്ടം. യുധിഷ്ഠിരനെ നോക്കി ഈ വേദന യുധിഷ്ഠിരനോട് പങ്കുവെക്കുന്ന പിതാമഹനെ നമുക്ക് കാണാം. നമുക്കൊന്ന് പിതാമഹനെ മാറി നിന്ന് നോക്കാം. അതായത് ഭീഷ്മ പിതാമഹനാണ് ഈ മഹാഭാരത യുദ്ധത്തെ ഈ കോലത്തിലെത്തിച്ചത്, അല്ലേ? നേരത്തെ തന്നെ ദുര്യോധനെ കറക്റ്റ് ചെയ്തിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ദുര്യോധനെ ശാസിച്ചിരുന്നെങ്കിൽ, ദുര്യോധനനെ പുറത്താക്കി അദ്ദേഹം ഒരു തീരുമാനമെടുത്തിരുന്നെങ്കിൽ മഹാഭാരതം എന്നൊരു യുദ്ധം തന്നെ ഒരു പക്ഷേ ഉണ്ടാകുമായിരുന്നില്ല. ശരശയിൽ കിടക്കുന്ന ഭീഷ്മ പിതാമഹന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു സാധാരണ മനുഷ്യനാണെങ്കിൽ താൻ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാത്തത് കൊണ്ടല്ലേ ഈ ദുരന്തം വന്നതെന്ന കുറ്റബോധം ഉണ്ടാവില്ലേ? പറയൂ നിങ്ങള്.
ഒരു വലിയ കുലം മുഴുവൻ നശിച്ചു പോയതിന് താനാണ് ഉത്തരവാദി എന്ന് ഉണ്ടാവൂല്ലയോ? പറയൂ നിങ്ങൾ. ആ ശരശയിൽ കിടക്കുന്ന സമയത്ത് കഴിഞ്ഞുപോയ കാര്യങ്ങളെ ഓർത്ത് അദ്ദേഹം കരഞ്ഞ് കരഞ്ഞ് സമയം ചെലവഴിക്കണ്ടേ? അല്ലേ? ശരിയല്ലേ? ഒരു വലിയ കുലം നശിച്ചു പോയതിന്റെ വ്യഥ അദ്ദേഹത്തിനെ ബാധിക്കേണ്ടതല്ലേ? എന്നാൽ ഒരു വലിയ മഹാഭാരത യുദ്ധം നടന്ന് കൗരവന്മാര് മുഴുവൻ ചത്തൊടുങ്ങി, ഇല്ലാതായി. എത്രയോ ആളുകൾ മരിച്ച ഒരു ലോകമഹായുദ്ധം, അന്ന് നടന്നൊരു ലോകമഹായുദ്ധം. ഇതിന് പ്രധാനിയായ ഭീഷ്മ പിതാമഹൻ ആ കിടക്കുന്ന കിടപ്പ് കണ്ടാൽ അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല എന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തിന്റെ മാനസികാവസ്ഥ. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, നമ്മുടെ ഭാരതം എന്ന രാജ്യം തരുന്നത് ഇങ്ങനെയുള്ളൊരു മനസ്സിനെയാണ്. അതായത് ഒരു വശത്ത് ദുരന്തങ്ങൾ നടന്നിട്ടും ആ ദുരന്തങ്ങളൊന്നും ബാധിക്കാത്ത വിധത്തിലുള്ള ഒരു മനസ്സിനെ സൃഷ്ടിച്ചെടുക്കാൻ നമ്മുടെ പൂർവികന്മാർക്ക് സാധിച്ചിരുന്നു എന്നതാണ് അവരുടെ ജീവിതത്തിന്റെ വിജയം. ഇന്ന് നമ്മളെ കുട്ടികളിലേക്ക് പകർന്നു കൊടുക്കേണ്ടതും അത് തന്നെയാണ്. ഞാൻ ഇവിടെ ഓർമ്മിപ്പിക്കട്ടെ, നമ്മൾ ഇന്ന് കുട്ടികളെ വളർത്തിക്കൊണ്ടുവരുന്നത് മുഴുവൻ, ഇവിടെ ഇരിക്കുന്നവരൊക്കെ ശ്രദ്ധിക്കുക, സുഖമാവണം ജീവിതം, സുഖമാവണം. അതാണ് ഇന്നിപ്പോ കാഴ്ചപ്പാട്. സുഖം. ഈ സുഖം എന്നൊരു ചിത്രം നമ്മൾ അങ്ങനെ മനസ്സിൽ വെച്ച് വീടിന്റെ ഉള്ളിൽ കംഫർട്ട് ഉണ്ടാക്കി, അതുപോലെ സൗകര്യങ്ങള്, ഇന്ന് ഗഡ്ജറ്റ്സുകൾ അതിനെ പറ്റുന്നതൊക്കെ വാങ്ങിച്ച്, അങ്ങനെ എല്ലാവിധ സൗകര്യങ്ങളും. എന്തിനാണ് സൗകര്യങ്ങള്? സുഖജീവിതത്തിന്, അല്ലേ? ആണോ അല്ലയോ? അങ്ങനെ സുഖജീവിതത്തിൽ നമ്മൾ വളർന്നു വരുമ്പോൾ എപ്പോഴും ഓർക്കണം, കാലം എന്നും അനുകൂലമല്ല, അതിലൊരു പ്രതികൂലതയുമുണ്ട്. നിങ്ങൾ നോക്കൂ, മനുഷ്യൻ അവന്റെ സുഖ സൗകര്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതൊക്കെ പിൽക്കാലത്ത് മനുഷ്യന് തന്നെ രോഗങ്ങളായി മാറുകയാണ്. ഇന്നിപ്പോ ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ സുഖജീവിതം രോഗമായി മാറിയതാണ്. ആണോ അല്ലയോ? രാവിലെ എണീക്കില്ല, ഒരു എക്സസൈസ് ഇല്ല, ഒരു നടത്തമില്ല. ഈ തരത്തിൽ നമ്മൾ എയർ കണ്ടീഷൻ, എയർകോണം വെച്ചുള്ള സുഖങ്ങളിലൊക്കെ ജീവിച്ച് ഒരു അലസതയും അവനവന്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിച്ച് തോന്നിയതൊക്കെ കഴിക്കുമ്പോൾ സുഖം തന്നെയാണ്. പക്ഷെ അതല്ലേ രോഗം എന്ന് പറയുന്നത്? ആണോ അല്ലയോ? സുഖജീവിതം ഉണ്ടാക്കിയ ഭവിഷ്യത്തല്ലേ ഇന്നത്തെ രോഗങ്ങൾ? എന്നാ ഒന്നും മിണ്ടാത്തത് നിങ്ങള്? ആണോ അല്ലേ? സത്യസന്ധമായി നമ്മൾ ഈ ജീവിതശൈലി രോഗം എന്നല്ല പറയേണ്ടത്, അതിന് വിളിക്കേണ്ട പേരെന്താണ്? ശരിക്കും ജീവിതശൈലി രോഗം എന്നൊക്കെ പറഞ്ഞാൽ വേറെ ഒരു തലത്തിൽ നമ്മൾ കാണാം. ജീവിതത്തിന്റെ ഇന്നത്തെ രോഗങ്ങൾക്ക് കാരണം സുഖത്തിന്റെ അടിമത്വത്തിലുണ്ടായ രോഗങ്ങൾ. അതല്ലേ ശരി? സുഖമുണ്ടാക്കി വെച്ചിരിക്കുന്ന ചില അടിമത്വങ്ങൾ ഉണ്ടാക്കിയ ദുരന്തങ്ങളല്ലേ ഇന്ന്? ആണോ? ഇവിടെയാണ് ഭാഗവതം തരുന്നൊരു കാഴ്ചപ്പാട്. സുഖമാണോ ജീവിതത്തിൽ വേണ്ടത്? മനോബലമാണോ? ആത്മശക്തിയാണോ? ഇത് നമ്മൾക്ക് അറിയില്ല. വാസ്തവത്തിൽ നമ്മുടെ ഋഷിവര്യന്മാര് നമുക്ക് പറഞ്ഞു തരുന്നത്, ആത്മശക്തി വികസിപ്പിച്ചെടുത്താൽ ജീവിതത്തിൽ അനുകൂലമായ സാഹചര്യത്തെ നമ്മൾ ആസ്വദിക്കുന്ന പോലെ, പ്രതികൂലമായി ജീവിതത്തിൽ അനുഭവങ്ങൾ വരുമ്പോൾ അതിനെ നമുക്ക് ഉൾക്കൊള്ളാനും മറികടക്കാനുമുള്ളൊരു കഴിവ് നമ്മളിൽ ഉണ്ടാവും. ഈ ശക്തി എന്ന് പറയുന്നത് സത്യത്തിൽ നമുക്ക് ആ വാക്കിന്റെ അർത്ഥം ഇന്ന് അറിയില്ല. സുഖമാണ് ശക്തി എന്നാണ് നമ്മൾ കരുതുന്നത്. സുഖം ശക്തിയല്ല, സുഖം സ്വാർത്ഥമാണ്, സുഖം ദുർബലതയാണ്, സുഖം കൊണ്ടെത്തിക്കുന്നത് അവശതയിലാണ്. ഗീതയിൽ കൃഷ്ണൻ പറയുന്ന രണ്ട് ശ്ലോകങ്ങൾ കുട്ടികളെ നമ്മൾ പഠിപ്പിച്ചെടുത്തിരുന്നെങ്കിൽ വലിയൊരു ദുരന്തത്തിൽ നിന്നൊരു സമൂഹത്തെ നമുക്ക് ഉയർത്തിയെടുക്കാം. ഭഗവത്ഗീതയിലെ രണ്ട് വരികൾ ഞാൻ പറയുന്നതൊന്ന് മാർക്ക് ചെയ്ത് വെക്കണം. നമുക്കതൊന്ന് പഠിക്കണം, അത് നമുക്ക് പ്രചരിപ്പിക്കണം. നമ്മളെ കുട്ടികളെ കൊണ്ടത് മനസ്സിലാക്കി കൊടുക്കണം. 5000 വർഷങ്ങൾക്ക് മുമ്പ് കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ കൃഷ്ണൻ ഈ വിഷൻ നമുക്ക് തന്നിരുന്നു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ആരും ഇത് വേണ്ടത്ര പറഞ്ഞ് മനസ്സിലാക്കി തരാത്തത് കൊണ്ട് ഇന്നും മനുഷ്യൻ ഈയാമ്പാറ്റകളെ പോലെ ഒരു പാറ്റ ചാടുമ്പോൾ മറ്റൊരു പാറ്റ ചെന്ന് ചാടുന്ന പോലെ നമ്മൾ അങ്ങനെ ഓടുകയാണ്. അറിയുന്നില്ല ജീവിതം എന്താണെന്ന്. ഗീതയിലെ 2 ശ്ലോകങ്ങൾ, 2-ാം അധ്യായത്തിലെ 62-ഉം 63-ഉം നിങ്ങൾ ഗാന്ധിജിയുടെ ചരിത്രം എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ
അദ്ദേഹം ബാരിസ്റ്റർ ഓഫ് ലോക്ക് പഠിക്കുകയായിരുന്നു UK. അപ്പോഴാണ് അദ്ദേഹത്തിന്റെ പ്രൊഫസർ ഗീതയെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയുമ്പോൾ ഈ ഗീതയിലെ 2 ശ്ലോകങ്ങൾ അദ്ദേഹം അന്ന് ഉദ്ധരിച്ചിരുന്നു. ഈ കാര്യത്തെക്കുറിച്ചൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഗാന്ധിജിയോട് പറഞ്ഞു എന്നും അദ്ദേഹത്തിന് അതിന്റെ അർത്ഥം അന്ന് അറിയില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. ഐ വാസ് സോ അഷെയിംഡ് ഓഫ് സെയിങ് ഐ ഡോണ്ട് നോ അബൌട്ട് ഗീത എന്നുള്ളത്. ഗീതയെക്കുറിച്ച് എനിക്ക് അറിയില്ല എന്ന് പറയാൻ പറ്റില്ല, കാരണം ഞാനൊരു ഇന്ത്യക്കാരനാണ്, ഞാനാണത് പഠിക്കേണ്ടത്. അന്ന് ബാരിസ്റ്റർ ഓഫ് ലോ പഠിക്കാൻ UK പോകുന്ന കാലമായിരുന്നു അവരൊക്കെ. കാരണം ഇവരൊക്കെ ഗുജറാത്തികളൊക്കെ അന്ന് ഒരുപാട് ഇവിടുന്ന് മൈഗ്രേറ്റ് ചെയ്ത് സൗത്ത് ആഫ്രിക്കയിലും മറ്റു രാജ്യങ്ങളിലേക്കും പോയവരായിരുന്നു. അവിടെ നിന്നാണ് അദ്ദേഹം പിന്നെ പഠിക്കാനൊക്കെ പോകുന്നതും. അവിടുന്ന് ശേഷമാണല്ലോ പിന്നീട് ഇന്ത്യൻ ഫ്രീഡം മൂവ്മെന്റിലേക്കൊക്കെ അദ്ദേഹം വരുന്ന കഥകളൊക്കെ. അപ്പൊ ഭഗവത്ഗീത അന്ന് അദ്ദേഹത്തിന്റെ ഉള്ളിൽ ആഞ്ഞു തറച്ചിരുന്നു, ഇത് പഠിക്കണം. അതുകൊണ്ട് തന്നെ ആയിരിക്കാം മഹാത്മാഗാന്ധിയുടെ ചിത്രം നമ്മുടെ മുന്നിൽ എപ്പോഴും ഒരു കയ്യിൽ ഭഗവത്ഗീത പിടിച്ച ഗാന്ധിജിയാണ്, അല്ലേ? ഗീത പിടിച്ച ഒരു ഗാന്ധിജിയാണ് നമ്മുടെ മുന്നിലുള്ള ചിത്രം, ആണോ അല്ലയോ? പക്ഷെ ആ ഗീത എന്താണെന്ന് പിന്നെ നമ്മൾ ആരും പഠിപ്പിച്ചു തന്നില്ല, അത് വേറെ കാര്യം. നോക്കൂ നിങ്ങള്. അപ്പോ ഭഗവത്ഗീതയിലെ 2 ശ്ലോകങ്ങൾ കൃഷ്ണൻ പറയും, ധ്യായതോ വിഷയാൻ പുംസ സംഗസ്തേഷുപജായതേ സംഗാൽ സഞ്ജായതേ കാമ കാമാത് ക്രോധോ വിജായതേ ക്രോധാത് ഭവതി സമ്മോഹ സമ്മോഹാൽ സ്മൃതിവിഭ്രമം സ്മൃതിഭ്രംശാൽ ബുദ്ധിനാശോ ബുദ്ധിനാശാൽ പ്രണശ്യതി. ഈ 2 വരികൾ, ധ്യായതോ വിഷയാൽ, സുഖം കിട്ടണം, സുഖമാവണം, സുഖം സുഖം സുഖം, അതിനെക്കുറിച്ച് തന്നെ ചിന്തിക്കുക. അത് തന്നെ ജീവിതത്തിൽ നമ്മൾ ആവർത്തിച്ച് ചെയ്തുകൊണ്ടിരിക്കുക. മൊബൈൽ എടുത്ത് തോണ്ടുമ്പോൾ ഒരു സുഖമുണ്ട്, കണ്ട പ്രോഗ്രാമൊക്കെ കണ്ട എന്റർടൈൻമെന്റ് ആകുമ്പോൾ അതിനൊരു സുഖമുണ്ട്, ഉണ്ടോ? ഫേസ്ബുക്കിൽ ഇരുന്ന് എത്ര സമയം വേണമെങ്കിലും കളയാം, അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ ധാരാളം എന്റർടൈൻമെന്റ് പ്രോഗ്രാം ഉണ്ട്, കണ്ട് സമയം കളയാം. അപ്പൊ മനസ്സിനെ അങ്ങനെ ഒരു സുഖത്തിലേക്ക് കൊണ്ടുപോവാൻ ഒരു പ്രയാസവുമില്ല, ഉണ്ടോ? ഇന്നാണെങ്കിൽ നമുക്ക് വിഭവങ്ങൾ പ്രത്യേകിച്ച് മൊബൈലിൽ തന്നെ ധാരാളമുണ്ട്, ഉണ്ടോ? ഉണ്ടോ ഇല്ലയോ? ഇനി ഒന്നുമില്ലെങ്കിൽ വല്ല ലുലു മാളിൽ പോയി വായിൽ നോക്കിയിരുന്നാലും മതി. സമയം പോവാൻ എന്താ പ്രയാസമുള്ളത്? അതിനല്ലേ ഉള്ള മാളുകളൊക്കെ കൊണ്ടുവച്ചിരിക്കുന്നത്, അവിടെ ഇവിടെയൊക്കെ കറങ്ങി, ഇല്ലേ? ശരിയല്ലത്? സമയം പോവാൻ ഒരു പ്രയാസവുമില്ല. പക്ഷെ ഇങ്ങനെയുള്ളൊരു സുഖത്തിൽ ജീവിക്കുമ്പോൾ ഒരു മനുഷ്യൻ ദുർബലനാകുന്നതും മനസ്സ് മുഴുവൻ ആ ദുർബലതയിൽ റിയാക്ട് ചെയ്യുന്നൊരു മനസ്സായി, വളരെ സെൽഫിഷായി, വളരെയധികം ഒരു സപ്രസ്ഡ്, ഡിപ്രസ്ഡ്, ഫ്രസ്ട്രേറ്റഡ് മൈൻഡായി മാറുന്നത് നമ്മളാരും അറിയുകയില്ല. ധ്യായതോ വിഷയാൻ, ആ വിഷയത്തിന്റെ സുഖത്തിൽ പോയിട്ട് ക്രോധം വരുന്നു, സ്വഭാവത്തിൽ മാറ്റങ്ങൾ വരുന്നു. കാരണം തന്റെ സുഖങ്ങളെ ആരെങ്കിലും ഡിസ്റ്റർബ് ചെയ്താൽ സ്വഭാവത്തിൽ കുട്ടികളെ തന്നെ കാണാം. നമുക്ക് കുട്ടികളിലേക്ക് നോക്കിയാൽ മതി. മൊബൈലിൽ ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കുമ്പോൾ അമ്മ മൊബൈലിൽ നിന്ന് വാങ്ങിച്ചോട്ടെ, പെട്ടെന്ന് അത് പൊട്ടിത്തെറിക്കും, ഉണ്ടോ? മൊബൈലിൽ ഇങ്ങനെ ഇരിക്കുന്ന കുട്ടികളോട് നിങ്ങൾ നിർത്താൻ പറഞ്ഞു നോക്കൂ, പഠിക്കാൻ പറഞ്ഞു നോക്കൂ, അപ്പൊ കാണാം അവരുടെ ഈ നേരത്തെ ഓട്ടം തുള്ളലില് ആ ദേഷ്യഭാവങ്ങളൊക്കെ നമ്മൾ കണ്ടില്ലേ? അതേപോലുള്ള ഭാവങ്ങൾ, അത് പിന്നെ അഭിനയമാണ്, മറ്റേ ഒറിജിനലാണ്, ഇല്ലേ? റിയൽ സാധനങ്ങളൊക്കെ വരുന്നത് കാണാം. ഇന്നിപ്പോ അമ്മയുടെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് ഈ മക്കൾ തന്നെയാണ്. കൊച്ചു കുട്ടികൾക്ക് പോലും ശത്രുക്കൾ അച്ഛനമ്മമാരാണ്, മനസ്സിലായില്ലേ? ഞാന് ഒരു കുട്ടികളോട് കഥ പറഞ്ഞു കൊടുക്കായിരുന്നു രാമായണത്തിന്റെ ക്യാമ്പില്. അപ്പൊ അങ്ങനെ ഭാഗവതത്തിലെ ഹിരണ്യകശിപുവിന്റെ കഥ ഒരു സ്ഥലത്ത് പറയായിരുന്നു. അപ്പൊ ഒരു കുട്ടി ചാടിയിട്ട് ഒരു വീട്ടിലുണ്ട് സ്വാമി 2 ഹിരണ്യകശിപുക്കളെന്ന്. പ്രഹ്ലാദനായ എന്നെ മര്യാദയ്ക്ക് വിടാത്ത 2 എണ്ണുണ്ട്. അപ്പൊ ഇവന്റെ വിചാരം പ്രഹ്ലാദനാണെന്നും പ്രഹ്ലാദനെ ഉപദ്രവിക്കുന്ന ഹിരണ്യകശിപുവിന്റെ കഥ പറഞ്ഞ പോലെ ഇവരച്ഛനമ്മമാരാണ് ഹിരണ്യകശിപുകളെന്നും ഇവനങ്ങോട്ട് ഉറപ്പിച്ചിരിക്കുകയാണ്. അവരെന്ന് പറഞ്ഞ് ശരിയാക്കണം കേട്ടോ സ്വാമി എന്ന്, ഈ ഹിരണ്യകശിപുമാരെ. അപ്പോ അവരുടെ ഒരു ലോകം അതിലങ്ങനെ മുഴുകി, അത് ഡിസ്റ്റർബ്ഡ് ആയാൽ റിയാക്ട് ചെയ്യുന്ന ക്രോധം കൊണ്ട് പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്ന ഒരു സ്വഭാവമുള്ള കുട്ടികളില്ലേ? ഉണ്ടോ ഇല്ലയോ? എന്തിനാ കുട്ടികളെ ആക്കണത്? മുതിർന്നവരെന്താ ഇതിൽ തോണ്ടുമൊന്ന് ഭർത്താവ് തോണ്ടിയിരിക്കുമ്പോൾ ഭാര്യ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം പൊട്ടിത്തെറിക്കും, നീ നിന്റെ പണി നോക്ക് എന്നുള്ളത്. അപ്പം ചില സുഖങ്ങളിൽ മുഴുകുമ്പോൾ
അത് ഡിസ്റ്റർബ്ഡ് ആയാൽ റിയാക്ട് ചെയ്യും. ഉണ്ടോ? ക്രോധാത് ഭവതി സമ്മോഹ. പിന്നെ പിന്നെ അതിന്റെ അഡിക്ഷൻ കൂടുന്തോറും അടിമത്വം വന്ന്, ആ സ്ലേവറി വന്ന്, കുറെ കഴിഞ്ഞാൽ ഒരു മാനസികമായ കഴിവും ശക്തിയുമില്ലാത്ത, ഊർജമില്ലാത്ത, ഉന്മേഷമില്ലാത്ത ഒരു ഡിപ്രസ്ഡ് ലൈഫുകൾ നമുക്ക് ഡെവലപ്പ് ചെയ്യാം. അതൊരു ഡെവലപ്മെന്റ് ആണ്. കൊള്ളരുതാത്ത ജീവിതം ഡെവലപ്പ് ചെയ്യുക. എന്നാൽ അതല്ല ജീവിതം. മറ്റുള്ളവരുടെ പ്രോഗ്രാം കാണുമ്പോൾ, ഓ, ഒരു പ്രതിഭ ഇങ്ങനെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്കും എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റില്ലേ, എന്നിലും എന്തെങ്കിലും ഉണ്ടാവില്ലേ, എന്നിലുള്ളൊരു പ്രതിഭ എനിക്ക് വാർത്തെടുക്കണ്ടേ, ഞാൻ വ്യത്യസ്തനാണല്ലോ, എനിക്കെന്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ ചിന്തിക്കാൻ സാധിക്കുക. അതിനാണ് നമുക്ക് വേണ്ടത് സുഖജീവിതമല്ല, ആത്മശക്തിയുടെ ജീവിതം. ആ ആത്മശക്തി എന്ന് പറയുന്നത്, മനോബലം എന്ന് പറയുന്നത് നിരന്തരമായ പ്രയത്നത്തിലൂടെ, പരിശീലനത്തിലൂടെ നേടണം. നിങ്ങളുണ്ടല്ലോ, ഡെയിലി വിഷ്ണു സഹസ്രനാമം ചൊല്ലി നോക്കൂ. ഡെയിലി ചൊല്ലി നോക്കിയാൽ കുറച്ചു കാലം കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും ഈ കോൺഫിഡൻസ് എന്ന് പറയുന്നത് ഉള്ളിൽ അങ്ങനെ രൂപപ്പെടുന്നത്. ഞാൻ വെറുതെ പറയുന്നതല്ല. ഉള്ളിൽ ശക്തി രൂപപ്പെടുന്നത് നിരന്തരമായ ഉപാസന കൊണ്ടാണ്. മനോബലമുള്ളവർക്ക് ആത്മസുഖവുമുണ്ട്. മനോബലമുള്ളവർക്ക് പ്രതികൂലമായി വരുന്നതിനെ ഉൾക്കൊള്ളാൻ സാധിക്കുമ്പോൾ അതിലും സുഖമാണ്. അനുകൂലമായി വരുന്നത് ഓഫ് കോഴ്സ് അതും സുഖമാണ്. അങ്ങനെ നമുക്ക് അനുകൂലമായി വരുന്നതിനെ ആസ്വദിക്കാനും പറ്റും, പ്രതികൂലമായതിനെ ഉൾക്കൊള്ളാനും പറ്റുന്ന ഒരു മാനസികാവസ്ഥ രൂപപ്പെടുത്തുക. അതല്ലേ ശരി? സുഖജീവിതത്തിലൂടെ ജീവിച്ച് ദുർബലനായി, അവശനായി, അവസാനം ജീവിതത്തിൽ അലസമായി ജീവിച്ച് തനിക്കും വേണ്ടാത്ത ജീവിതം, മറ്റുള്ളവർക്കും വേണ്ടാത്ത ഒരു ശപിക്കപ്പെട്ട ജീവിതമായി ജീവിതം തീർക്കുന്നതാണോ ജീവിതം? അതോ നിരന്തരമായ പ്രയത്നം കൊണ്ട് മനോബലം നേടിയെടുത്ത് സ്വയം ഉയരുകയും മറ്റുള്ളവരെ ഉയർത്തുകയും ചെയ്യുന്ന ഭീഷ്മരുടെ ജീവിതമാണോ വേണ്ടത്? ഭീഷ്മ പിതാമഹൻ പറയുന്നത്, ഹേ യുധിഷ്ഠിര, നിന്റെ ഈ ഇപ്പോഴത്തെ ഈ ട്രോമ അവസ്ഥ, നിന്റെ ഇപ്പോഴത്തെ ഒരു മെന്റൽ സ്റ്റേറ്റ്, അത് പെട്ടെന്ന് മാറ്റാൻ പറ്റില്ല. കാരണം നീ ഒരു ധാർമ്മികനായി ജീവിച്ച വ്യക്തിയാണ്. അദ്ദേഹത്തിന് പെട്ടെന്ന് അതൊന്നും പറയാൻ, ഉപദേശിക്കാനൊക്കെ എളുപ്പം കഴിയും. പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ ഉള്ളിൽ കൊണ്ടൊരു വിഷയം എന്താന്ന് വെച്ചാൽ ദ്രോണാചാര്യ വധമാണ്. ഈ ദ്രോണാചാര്യരെ കൊല്ലാൻ ഒരു വഴിയില്ല. കൃഷ്ണൻ അതിനൊരു അടവ് ഉപയോഗിച്ചത് യുധിഷ്ഠിരനെ കൊണ്ട് നുണ പറയിപ്പിക്കുക എന്നുള്ളതായിരുന്നു. ദൃഷ്ടദ്യുമ്നൻ എന്ന് പറയുന്ന കഥാപാത്രമാണ് ദ്രോണരെ കൊല്ലുന്നത്. പക്ഷെ അങ്ങനെ എളുപ്പത്തിലൊന്നും കൊല്ലാൻ പറ്റില്ല. കാരണം അത്രമാത്രം കഴിവുള്ള ഒരു പ്രതിഭയായിരുന്നു ദ്രോണര്. അപ്പൊ ഈ ദ്രോണരെ കൊല്ലാൻ ഒരേ ഒരു വഴി, അദ്ദേഹത്തെ മാനസികമായി ഒന്ന് തളർത്തണം. അറിയാലോ, കഥ കേട്ടിട്ടില്ലേ? മഹാഭാരത യുദ്ധക്കളത്തിൽ കൃഷ്ണൻ യുധിഷ്ഠിരനോട് ഒരു വലിയ നുണ പറയാണ്. എന്താ പറയണെന്ന് വെച്ചാൽ അശ്വത്ഥാമ ഹത എന്ന് പറയണമെന്ന്. യുധിഷ്ഠിരൻ പറഞ്ഞു ഞാൻ പറയില്ല, കൃഷ്ണൻ പറഞ്ഞില്ല. അപ്പൊ കൃഷ്ണൻ പറഞ്ഞു നുണയല്ല, സത്യമാണ്. ദേ ആനയെ കണ്ടു, അപ്പുറത്തൊരു ആന ചത്ത് കിടക്കണ കണ്ടു, ആ ആനയുടെ പേര് അശ്വത്ഥാമ എന്നാണ്. അപ്പൊ ചോദിച്ചു കൃഷ്ണൻ എങ്ങനെ അറിയാം? എനിക്കറിയാം, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഈ കാര്യം പറഞ്ഞാൽ മതി. എന്ത് അശ്വത്ഥാമ? അപ്പൊ പറഞ്ഞു അശ്വത്ഥാമ ആനയല്ലേ, മനുഷ്യനല്ലല്ലോ. കാര്യം അശ്വത്ഥാമാവ് എന്ന് പറയുന്നത് ദ്രോണാചാര്യ പുത്രനാണ്. അപ്പൊ പറഞ്ഞു അശ്വത്ഥാമ കുഞ്ചരഹത എന്ന് പറഞ്ഞോളൂ. പക്ഷെ ഒറ്റ കാര്യം, അശ്വത്ഥാമെന്ന് ഉറക്കെ പറയണം, കുഞ്ചര എന്ന് പതുക്കെ പറയാവോ. ഈ കുഞ്ചര എന്നുള്ള വാക്ക് പതുക്കെ പറഞ്ഞോളണം, ഹതാന്ന് ഉറക്കെ പറഞ്ഞോളണം. നിങ്ങൾ മഹാഭാരത ആരെങ്കിലും കഥകളൊക്കെ വായിച്ചിട്ടുണ്ടോ അറിയില്ല. ഈ കാര്യം പറയുമ്പോൾ രഥചക്രം താഴ്ന്നുപോയി എന്നാണ്. യുധിഷ്ഠിരന്റെ ഉള്ളിൽ അത്രമാത്രം കുറ്റബോധം, സ്വന്തം ഗുരുവിനെ ചതിച്ചു കൊല്ലുന്നതിലുള്ള കുറ്റബോധം. അശ്വത്ഥാമ കുഞ്ചര ഹത എന്നതൊരു സത്യമായിരിക്കാം. പക്ഷേ കുഞ്ചര എന്നുള്ള വാക്ക് വളരെ ശബ്ദം താഴ്ത്തി പറയുമ്പോൾ അതിലൊരു ഒളിഞ്ഞിരിക്കുന്ന ചതിയുണ്ടെന്ന് നല്ല ബോധ്യത്തോടു കൂടിയാണ് അദ്ദേഹം പറയുന്നത്. കൃഷ്ണൻ പ്രേരിപ്പിച്ച് പറയുകയാണ്.
കേട്ടിട്ടില്ലേ കഥകളൊക്കെ? കേട്ടിട്ടില്ലേ? നിങ്ങളെന്താ കണ്ണുമിഴിച്ച് നോക്കണത്? കേട്ടിട്ടുണ്ടോ ഇല്ലയോ? കേട്ടിട്ടുണ്ടോ? എത്ര പേര് കേട്ടിട്ടുണ്ട്? ഇപ്പൊ നോക്കൂ നിങ്ങൾ, ഇതൊക്കെ നമ്മുടെ എഴുതി വച്ചിരിക്കുന്ന ചരിത്രങ്ങളാണ്. ഇതുപോലെയാണ് ഭീഷ്മരെ വീഴ്ത്തുന്നത്. കുറ്റബോധം വരാതിരിക്കുവോ? അത് മനസ്സിൽ നിന്ന് മായ്ക്കാൻ പറ്റുമോ? പ്രത്യേകിച്ച് അത്രയും സത്യസന്ധനായി ജീവിച്ച യുധിഷ്ഠിരന്, അദ്ദേഹത്തിന് ഇതൊക്കെ റബ്ബർ കൊണ്ട് ഇറേസ് ചെയ്യുന്ന സാധനങ്ങളല്ലല്ലോ. മൊബൈലിലാണെങ്കിൽ നമുക്ക് ഡിലീറ്റ് നിന്ന് അടിക്കാം, ഇത് ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. ഈ ഫയലുകളൊക്കെ അത്ര വൈബ്രന്റ് ആയിട്ട് കിടക്കല്ലേ ഉള്ളില്. അതുകൊണ്ട് പറഞ്ഞു, യുധിഷ്ഠിര, ഇതൊന്നും മായ്ക്കാൻ പറ്റില്ല. ഇത് നമ്മൾ മനസ്സിലാക്കണം. മനസ്സിലുള്ള ഒരു ചിന്തയും യു കനോട്ട് ഇറേസ് ഇറ്റ്. അവിടെയാണ് സയൻസ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. നീദർ എനർജി ക്യാൻ ബി ക്രിയേറ്റഡ് നോർ ഇറ്റ് ക്യാൻ ബി ഡിസ്ട്രോയ് എന്ന് പറഞ്ഞ പോലെ, എനർജി എന്ന് പറയുന്നത് കേവലം ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ എന്ന് പഠിക്കരുത്. യുവർ തോട്ട്സ് ഓൾസോ എനർജിയാണ്. നിങ്ങളുടെ ചിന്തകൾ ഊർജമാണ്. ആ ചിന്തകളെ നശിപ്പിക്കാൻ സാധ്യമല്ല. അതാണ് കൃഷ്ണൻ ഗീതയിൽ പഠിപ്പിക്കുന്നത്. നോക്കൂ, ഐൻസ്റ്റീൻ ജനിക്കുന്നതിന് മുമ്പ് ഗീതയിൽ എഴുതി വെച്ചിരിക്കുന്നതാണ് ന ജായതേ ന മ്രിയതേ. ഇത് ജനിക്കുന്നുമില്ല, മരിക്കുന്നുമില്ല. അതുകൊണ്ട് തന്നെ അച്ഛേദ്യോയമദാഹ്യോയം അക്ലേദ്യോ ശോഷ്യ ഏവച നിത്യ സർവഗതസ്ഥാണോ അജലോയം സനാതന. ഈ ചിന്തകളെ നമുക്ക് ആർക്കും ഇറേസ് ചെയ്ത് കളയാൻ സാധിക്കുന്നതല്ല. കാരണം അച്ഛേദ്യോയം അദാഹ്യോയം. ഹിന്ദുക്കൾ മനസ്സിലാക്കണം, ഈ ശരീരം ആത്മഹത്യ ചെയ്തത് കൊണ്ട് കാര്യമൊന്നുമില്ല. കാരണം ആ ദുർബല ചിന്ത കൊണ്ടാണ് മനുഷ്യൻ മരിക്കുന്നതെങ്കിൽ ആ ചിന്തകൾക്ക് വീണ്ടും ജന്മമുണ്ട്. ഒരു ഊർജവും നശിക്കുന്നില്ല. ആ ഊർജം വീണ്ടും മറ്റൊരു മാറ്ററിനോട് ചേർന്നേ പറ്റുള്ളൂ, അല്ലെങ്കിൽ മാറ്ററായിട്ട് ചേർന്നേ പറ്റുള്ളൂ. ഇതാണ് ഋഷിവര്യന്മാര് പറയുന്ന പുനരഭിജനനം, പുനരഭിമരണം, പുനരഭിജനനി ജഡരേ ശയനം. ഒരു ബൾബ് ഫീസായി എന്ന് വെച്ചിട്ട് ഇലക്ട്രിക് പവറിന് എന്ത് സംഭവിച്ചു? വേറെ ബൾബിലൂടെ അത് മാനിഫെസ്റ്റ് ചെയ്യും. ഇതുപോലെ മനസ്സ് മറ്റൊരു ശരീരത്തിലൂടെ മാനിഫെസ്റ്റ് ചെയ്യണം. മാനിഫെസ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. അത് നിയമമാണ്. യു കനോട്ട് ഇറേസ് യുവർ മൈൻഡ്, യു കനോട്ട് ഡിസ്ട്രോയ് യുവർ മൈൻഡ്. ഉൾക്കൊള്ളണം. ഇതൊക്കെ ഉൾക്കൊണ്ട പിന്നെ ആത്മഹത്യയില്ല. കാരണം ആത്മഹത്യ ചെയ്തിട്ട് എന്ത് കാര്യം? വീണ്ടും ആ ദുർബലതയിൽ വരണം. ഗീത പഠിച്ചാൽ നമുക്ക് ആ വ്യക്തത വരും. ഗീതയിൽ കൃഷ്ണൻ പറയും, യം യം വാ വിസ്മരൻ ത്യജത്യന്തേ കളേവരം തം തം വൈദി കൗന്ദേയ സദാ സദ്ഭാവഭാവിത. ഏത് തോട്ട്സുകളായിട്ടാണോ നിങ്ങൾ ജീവിക്കുന്നത്, ആ തോട്ട്സുകൾ വെച്ച് നിങ്ങൾ മരിക്കുമ്പോൾ അതേ തോട്ട്സിന്റെ മറ്റൊരു ജീവിതവുമായിട്ട് നിങ്ങൾ വരണം. അതുകൊണ്ടാണ് ചിലരുടെയൊക്കെ ജീവിത നിലവാരം അതേ ലെവലിൽ തന്നെ പോകുന്നത്. കാരണം അങ്ങനെ ഒരു തോട്ട്സ് ആയിട്ടാണ് അവർ മരിച്ചിട്ടുണ്ടാവുക. അപ്പൊ അതുകൊണ്ട് യുധിഷ്ഠിരനോട് പറഞ്ഞു, എങ്ങനെ ഇതിൽ നിന്ന് പുറത്ത് കടക്കാം? കുറ്റബോധം വെച്ച് ജീവിക്കലല്ല ഒരു ജീവിതം. ഇതൊന്ന് പുറത്ത് കടക്കണമെങ്കിൽ വഴി ഒന്നേയുള്ളൂ. ദോ യു കാൻ ഡിസ്ട്രോയ് എനർജി, ബട്ട് യു ക്യാൻ ട്രാൻസ്ഫോം എനർജി. ഒരുപക്ഷെ ഐൻസ്റ്റീനൊക്കെ വൺ ഫോം ഓഫ് എനർജി ക്യാൻ ബി ചേഞ്ച് ഇൻ അനദർ ഫോം എന്നൊക്കെ പറയുന്നതിന് മുമ്പ് തന്നെ ഭാരത ഋഷിവര്യന്മാർക്ക് മനസ്സിലായി, തോട്ട്സ് ലെവലില്, ചിന്തകളുടെ ലെവലിൽ നമ്മുടെ ഉള്ളിലുള്ള മനോവിചാരത്തെ മുഴുവൻ മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കും. ഇത് നമ്മൾ പഠിക്കണം. കാരണം നമ്മുടെ കുട്ടികൾ ഡിപ്രഷനിൽ പോവാതിരിക്കണമെങ്കിൽ, ഡിപ്രഷൻ എന്ന് പറയുന്നത് സ്വാഭാവികമായി വന്നു ചേരും. കാരണം ഇന്ന് പ്രതീക്ഷകളുടെ, കണക്കുകൂട്ടലുകളുടെ, സ്വപ്നങ്ങളുടെ ലോകത്തിലാണ് നമ്മൾ ഇരിക്കുന്നത്. നോക്കൂ, സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് ട്രൈ ചെയ്യുന്ന ആർക്കാ സ്വപ്നങ്ങൾ ഇല്ലാതിരിക്കുക? അവരെ തലയിൽ ഇൻജക്ട് ചെയ്യുന്ന മുഴുവൻ സ്വപ്നങ്ങളാണ്. ആണോ? ആ പാലയിൽ പോയി നോക്കൂ നിങ്ങൾ. അവിടെ ഈ എൻട്രൻസ് കോച്ചിങ്ങിന് പ്രസിദ്ധമായിട്ടുള്ള ട്യൂഷൻ സെന്റേഴ്സിലൊക്കെ പോയി നോക്കൂ നിങ്ങൾ. ഞാൻ പാലയ്ക്ക് അടുത്തൊക്കെ സപ്താഹം ചെയ്യുന്ന സമയത്ത് ആ മാർച്ചിലൊക്കെ കാണാം അമ്മമാരുടെ ഒരു വലിയ നിര തന്നെ. ഞാൻ വിചാരിക്കും സപ്താഹം കേൾക്കാൻ വന്നതാണ്. അല്ല സ്വാമി, തലയിൽ കൈവച്ചാൽ മതി എന്ന്. നോക്കണം, അതിന്റെ അന്ധവിശ്വാസത്തിന്റെ വേറൊരു ലോകം. മക്കളുടെ തലയിൽ കൈവച്ചാൽ അവരെ വിചാരം MBBS അങ്ങോട്ട് നമ്മളായിട്ട് അങ്ങോട്ട് എഴുതി കൊടുക്കുന്നുള്ളതാണ്. ഈ തരത്തിലൊക്കെ ചിന്തിക്കുന്ന അമ്മമാർ ഇപ്പോഴും ഉണ്ട്. ഞാൻ വെറുതെ പറയല്ല. എന്നാലും ആ കുട്ടികൾക്ക് മനോബലം കൊടുക്കാൻ എന്താ വഴി എന്നല്ല അവർ ചിന്തിക്കുന്നത്. ഏതെങ്കിലും സ്വാമിജിയുടെ അല്ലെങ്കിൽ ആരെങ്കിലും ആചാര്യന്മാരുടെ അടുത്ത് നിന്നിട്ട് ഒരു ചരട് കെട്ടിക്കുക, ഒന്ന് തിരുമേനി തലയിൽ കൈവച്ചോളൂ. ആ എണ്ണയാവുന്നല്ലാതെ എന്താ വേറെ കാര്യമുള്ളത്? തലയിൽ കൈവച്ചതുകൊണ്ട് പരീക്ഷ പാസ്സാവും എന്നുള്ള ഞാൻ നിങ്ങളോട് കാര്യമായിട്ട് പറയണം. ഇതാണ് ഹിന്ദുവിന്റെ ആവറേജ് മനസ്സ്. ശരിയാണോ അല്ലയോ? കാരണം അത്ര ടെൻഷനിലാണ്. കുട്ടിക്ക് മെഡിസിൻ കിട്ടണം, കുട്ടിക്ക് മെഡിസിൻ കിട്ടണം. കാരണം അപ്പുറത്തും ഇപ്പുറത്തും പറഞ്ഞിട്ട്, മാധവി കണ്ടോ, നീ എന്റെ മകള് ഡോക്ടർ ആവരുതെന്ന്. ഈ
വലിയ ഇതിലൊക്കെയാ വരുന്നത്, പ്രതീക്ഷയിൽ. എങ്ങനെ ഡിപ്രഷൻ വരാതിരിക്കും? എങ്ങനെ ടെൻഷൻ വരാതിരിക്കും? പറയൂ നിങ്ങൾ. അപ്പൊ അവിടെയാണ് ഭീഷ്മ പിതാമഹൻ പറയുന്നത്, ഇതിനെല്ലാം മാറ്റി കരുത്താക്കി മാറ്റണമെങ്കിൽ നാമജപത്തിന്റെ ശക്തി, വിഷ്ണു സഹസ്രനാമമാണ് ഭീഷ്മ പിതാമഹൻ യുധിഷ്ഠിരന് പറഞ്ഞു കൊടുക്കുന്നത്. ഈ വിഷ്ണു സഹസ്രനാമം മഹാഭാരതത്തിൽ വരുന്നത് ഭീഷ്മ പിതാമഹൻ യുധിഷ്ഠിരന് ഉപദേശിക്കുന്ന ഭാഗമായിട്ടാണ്. ഇത് മനസ്സിലാക്കിയിട്ടുണ്ടോ നിങ്ങൾ? ഇത് ആദ്യമായി കേൾക്കുന്നവർ എത്ര പേരുണ്ടെന്ന് കൈപൊക്കൂ. ആദ്യമായിട്ട് ഇതിനു മുമ്പ് ഇത് ഇങ്ങനെയാണ് വരുന്നതെന്ന് മനസ്സിലാക്കിയിട്ടുള്ളവർ എത്ര പേരുണ്ട്? കുറെ പേരുണ്ട്. നോക്കൂ നിങ്ങൾ, നമ്മുടെ ആളുകൾക്ക് അതുപോലും അറിയില്ല. ഇതേതോ ഋഷി എഴുതി വെച്ചു എന്നാണ് അവരെ വ്യാരം. ഇതൊരു കൗൺസിലിംഗ്